അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു മുട്ടക്കറിയല്ല, ഒരു മുട്ട മസാലക്കറി നമുക്ക് റെഡിയാക്കി വെക്കാം. ഇതിന് വേണ്ടി തേങ്ങയും സവാള ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ വളരെ കുറച്ച് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഞാൻ വെള്ളയപ്പ ചട്ടിയായിട്ട് എടുത്തിക്കണം. അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 8-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടിരുന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടിരുന്ന് മിക്സായി ഒന്ന് വാടി വരണം കേട്ടോ. ഇത് പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് മുഴുവൻ മല്ലിയില്ലേ അത് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം അതിൻ്റെ ഓരോന്നിൻ്റെയും അളവനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിലുണ്ടായിരുന്ന ഒരു അത്യാവശ്യം വലിയ സ്പൂണായിരുന്നു. അപ്പോൾ അതിൽ മെഷർ ചെയ്തപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകമില്ലേ, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ, അല്ലെങ്കിൽ ഉള്ളിയും നമ്മുടെ ഈ സ്പൈസസൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതൊരു 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ ചൂടായി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ പൊടിക്കുകയൊക്കെ ചെയ്യണം, ആ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പൊടിച്ചെടുത്തത് ഇതുപോലൊരു ചതച്ച പോലത്തെ ഒരു ഇതിലാണ് വരുന്നത്. ഇനി ഒരു ഇത്തിരി അരയാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഫൈനൊന്നും ആവണ്ട. ഇങ്ങനെ ഈ കുറച്ചിങ്ങനെ തരിതരി പോലെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ഒരു സ്റ്റേജിലൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സെയിം പാത്രം തന്നെ ഇട്ട് കൊടുക്കണം. അതിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. ജാറിലോട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ തിള വന്നപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ തക്കാളിയും പുളിപ്പിന് വേണ്ടി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കുറച്ചൊരു പുളിപ്പ് വേണമല്ലോ കറിക്ക്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ഒരുപാടായി പോകണ്ട, പിന്നെ ഭയങ്കര പുളി ഓവറായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം ഞാൻ മുട്ട വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി നന്നായിട്ടൊന്ന് മിക്സായി നമ്മൾ കഴിക്കണ നേരം ആകുമ്പോഴത്തേക്കും ആ മുട്ടയുടെ ഒക്കെ ഒരു കളറില്ലേ നന്നായിട്ടൊന്നും ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. ഫൈനലി ഞാൻ ഇതിലോട്ട് കുറച്ച് കസൂരി മെത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് കറിവേപ്പിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മുകളിൽ തൂവിയാൽ മതി. ഇത് ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മുട്ട മസാലക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.